നമസ്കാരം, എല്ലാവർക്കും എൻ്റെ രുചികളിലേക്ക് സ്വാഗതം. ഞാനിന്ന് ലെമൺ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നാരങ്ങയുടെ നീര് മൊത്തം കിട്ടുന്നതിനായിട്ട് ഞാൻ അതിനിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തു. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന നാരങ്ങ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് മുന്നേ എടുത്ത് വെച്ചേക്കുക വെളിയിൽ. അതല്ലെന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ ഇട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ നാരങ്ങയിലുള്ള നീര് മൊത്തം നമുക്ക് കിട്ടും. നാരങ്ങയുടെ നീര് പിഴിയുന്ന സമയത്ത് അതിൻ്റെ സീഡ് എടുത്ത് മാറ്റാൻ ശ്രമിക്കണം. അത് നമ്മൾ ഈ റൈസിനകത്ത് വീണ് കഴിഞ്ഞാൽ കഴിക്കും. അതുകൊണ്ട് അത് ചേർക്കത്തില്ല. ലെമൺ റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 1 ഗ്ലാസ് ചോറിനകത്തിൽ 1 സ്പൂൺ എണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല ആറിയ ചോറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. ഈ റൈസിനെ ഒന്ന് ലെമൺ റൈസ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ചീനിച്ചട്ടിക്കകത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിനകത്തിലോട്ട് കടുകിടണം. 1.5 ടീസ്പൂണോളം കടുകാണ് ഞാൻ ചേർത്തേക്കുന്നത്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർക്കാം. അടുത്തതായിട്ട് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ നിലക്കടലയാണ്. വറക്കാത്ത നിലക്കടലയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അത് ഒന്ന് മൂത്ത് വരണം. പിന്നെ ചേർക്കുന്നത് 1 കാഞ്ഞമുളക്, അടുത്തതായിട്ട് പച്ചമുളക്, 3 പച്ചമുളക് ഞാൻ കീറിയിട്ടിട്ടുണ്ട്. അതും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയാണ്. ഇഞ്ചി ഏകദേശം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ ചേർത്തേക്കുന്നത്. വളരെ നൈസായിട്ട് അരിഞ്ഞു വെച്ചേക്കുക, അതാണ് ചേർക്കുന്നത്. ഇഞ്ചിയും ചേർത്തതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് 1 സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ മീഡിയം സവാളയാണ് കേട്ടോ, ചെറുതെന്നല്ല, ഒരു മീഡിയം സവാള. ആ മീഡിയം സവാളയും ഇതിനകത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഞാൻ ഈ ഒരു താളിപ്പിനുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഓൾറെഡി ആ എണ്ണ ചേർത്തപ്പോൾ ചോറിനകത്തിൽ കുറച്ച് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞാനിവിടെ കുറച്ച് അധികം ചേർക്കുന്നുണ്ട്, കാരണം എൻ്റെ ചോറിനകത്ത് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലല്ലോ, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിച്ച് വെച്ച ചോറും അല്ല. അതുകൊണ്ട് ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. അടുത്തതായിട്ട് ചേർക്കുന്നത് കായപ്പൊടിയാണ്. അപ്പോൾ കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നതിന് മുന്നേ തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് വിടാം. ആ ചെറിയ ചൂടിൽ ഇതൊന്ന് മൂത്താൽ മതി. ഈ താളിപ്പിനകത്തിലോട്ട് നമ്മുടെ ഈ ചോറിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ എടുത്തു വച്ചിരിക്കുന്ന ചോറ് 2ആയിട്ട് പകുത്ത് 2 പ്രാവശ്യമായിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അതായത് ഒറ്റയടിക്ക് എല്ലാം കൂടി ഇട്ട് ഇളക്കരുത്. അതുപോലെ ഇളക്കുമ്പോൾ കുഴച്ചിളക്കരുത്, ഒരു നൈസായിട്ട് വേണം ഇളക്കി വിടാനായിട്ട്. ഇപ്പോൾ ഇനി നമുക്ക് ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക്, അതായത് 1 ഗ്ലാസ് ചോറിന് ഞാൻ 1 ലെമണിൻ്റെ നീരാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന അരി പച്ചരി വേവിച്ചാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പൊന്നി റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ എന്ത് വെറൈറ്റി റൈസ് ഉണ്ടാക്കിയാലും, അതായത് ലെമൺ റൈസ്, അതേപോലെ ബിരിയാണി, ടൊമാറ്റോ റൈസ്, അതുപോലെ എന്തുണ്ടാക്കുവാണെങ്കിലും അധികം വേവാൻ പാടില്ല റൈസ്. പക്ഷേ കേർഡ് റൈസ് അല്ലെങ്കിൽ തൈര് സാദത്തിന് നന്നായിട്ട് വേകുകയും വേണം. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. சுவையான லெமன் ரைஸ் ரெடி ஆயிருக்கு. நீங்களும் கண்டிப்பாக வீட்டில் செஞ்சு பாருங்கள். பிடிச்சிருந்தீங்கன்னா எனக்கு கமெண்ட் பண்ணுங்கள். இன்னும் ஒரு வீடியோவில் உங்களை பார்க்குற வரைக்கும் பாய்.